ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികളുടെ അപ്പീൽ തള്ളി എന്നുള്ള വാർത്തയാണ് ഈ മണിക്കൂറിൽ ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ അപ്പീലുകളിൽ ഹൈക്കോടതി വിധി വന്നിരിക്കുകയാണ്. ഇപ്പോൾ അപ്പീൽ തള്ളി എന്നുള്ള വാർത്തയുടെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് എത്താം. ജസ്റ്റിസ് എ.കെ. ജയശങ്കർ നമ്പ്യാർ, ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ തീരുമാനം വന്നിരിക്കുന്നു. പ്രധാനപ്പെട്ട കേസാണ്. അതുകൊണ്ട് തന്നെ പ്രതികളുടെ അപ്പീൽ തള്ളി എന്നുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത്. 12 പ്രതികളാണ് ശിക്ഷാവിധിക്കെതിരെ അപ്പീൽ നൽകിയത്. പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രോസിക്യൂഷൻ അപ്പീൽ നൽകിയത്. CPIM നേതാവ് പി മോഹനൻ ഉൾപ്പെടെയുള്ളവരെ വിട്ടയച്ചതിനെതിരെ കെ രമ നൽകിയ അപ്പീലും ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വന്നു. വിചാരണ കോടതി വിധി ശരിവച്ചിരിക്കുകയാണ് ഹൈക്കോടതി. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ശ്യാം ദേവരാജ്, ഒരു കൂട്ടം അപ്പീലുകൾ വരുന്നു, അതിൽ സുപ്രധാനമായ തീരുമാനം വരുന്നു. വിചാരണ കോടതി വിധി ശരിവയ്ക്കുകയാണ് ഹൈക്കോടതി. വിശദാംശങ്ങൾ അങ്ങനെ തന്നെയാണ് സുജയ. അല്പസമയം മുമ്പാണ് ജസ്റ്റിസുമാരായ ഡോക്ടർ എ.കെ. ജയശങ്കർ നമ്പ്യാരും ഒപ്പം ഡോക്ടർ കൗസർ എടപ്പകത്തും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ടി.പി. ചന്ദ്രശേഖരൻ കേസിൽ ഏറ്റവും സുപ്രധാനമായ വിധിന്യായം പറഞ്ഞത്. അപ്പീലുകളിൽ ആണ് വിധിന്യായം പറഞ്ഞത്. ഇത് പറഞ്ഞത് ഇത്രയുമാണ്: വിചാരണ കോടതിയുടെ വിധി ആ കൺവിക്ഷൻ, അതായത് കുറ്റവാളികളെ 12 പേർ കുറ്റവാളികളാണ് എന്ന് കണ്ടെത്തിയ ആ വിധി ശരിവയ്ക്കുന്നു എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. ഒപ്പം 24 പ്രതികളെ വെറുതെ വിട്ട നടപടിയും ഹൈക്കോടതി ശരിവെക്കുന്നത്. മറ്റ് വിധിയുടെ വിശദാംശങ്ങൾ അല്പസമയത്തിനുള്ളിൽ പുറത്തു വരും എന്ന കാര്യമാണ്. അല്പസമയത്തിനുള്ളിൽ പുറത്തു വരും. കാരണം ഇതിൽ ഏറ്റവും നിർണായകമായ കാര്യം, ഈ പ്രതിപ്പട്ടികയിൽ ഉണ്ടായിരുന്നത് പ്രധാനപ്പെട്ട 3 പേർ CPIM-ന്റെ നേതാക്കളായിരുന്നു. അവർ ശ്യാം ദേവരാജ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 36 പ്രതികൾ ഉണ്ടായിരുന്ന കേസിൽ CPIM നേതാവായ പി മോഹനൻ ഉൾപ്പെടെ 24 പേരെ വിട്ടയച്ച വിചാരണ കോടതി വിധിയും ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. അങ്ങനെ തന്നെയല്ലേ? അതായത് ആകെ 36 പ്രതികളാണ് വിചാരണയുടെ അന്തിമ സമയത്ത് വിചാരണ കോടതി പരിഗണിച്ചിരുന്നത്. ഇതിൽ 36 പ്രതികളിൽ 12 പ്രതികളുടെ ശിക്ഷ ശരിവെച്ചു. ഇതിൽ ഒരാൾ പി.കെ. കുഞ്ഞനന്തൻ പിന്നീട് വിചാരണ തടവുകാരനായിരിക്കെ മരണപ്പെട്ടു. ബാക്കി മറ്റ് 11 പ്രതികളുടെ കാര്യമാണ്, ശിക്ഷാവിധിയാണ് ശരിവെച്ചിരിക്കുന്നത്. ഒപ്പം മറ്റ് 24 പ്രതികൾ CPIM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി മോഹനൻ ഉൾപ്പെടെയുള്ള പ്രതികളെ വെറുതെ വിട്ട നടപടിയും ഹൈക്കോടതി ശരിവെച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ടി.പി. ചന്ദ്രശേഖരൻ കേസിൽ ഏറ്റവും നിർണായകമായ വിധി പ്രസ്താവം അല്പസമയം മുമ്പ് പുറത്തു വരികയും ചെയ്തത്. കാരണം 36 പ്രതികളുണ്ടായിരുന്നു, 12 പേർ കുറ്റക്കാരാണ് എന്ന് ജഡ്ജി കെ നാരായണ പിഷാരടി, കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി, മാറാട് പ്രത്യേക കോടതി ജഡ്ജി വിചാരണയ്ക്കിടെ കണ്ടെത്തിയിരുന്നു. ആ വിചാരണയാണ്, ആ വിധിന്യായമാണ് ഇപ്പോൾ അതേപടി ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നത്. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെതാണ് ഈ വിധിന്യായവും. വെറുതെ വിടണം എന്ന ആവശ്യപ്പെട്ട് പ്രതികൾ നൽകിയ അപ്പീലാണ് തള്ളിയത്. 12 പ്രതികളുടെ അപ്പീലാണ് പരിഗണനയിലുണ്ടായിരുന്നത്. ഇതിൽ 13-ാം പ്രതി പി.കെ. കുഞ്ഞനന്തൻ പിന്നീട് ഈ വിചാരണ കാലയളവ് അല്ലെങ്കിൽ അപ്പീൽ കാലയളവിൽ മരണപ്പെടുകയും ചെയ്തു. മറ്റുള്ള 11 പ്രതികളുടെയും ശ്യാം ദേവരാജ്, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക്, CPIM നേതാവ് പി മോഹനൻ ഉൾപ്പെടെയുള്ളവരെ വിട്ടയച്ചതിനെതിരെ 24 പ്രതികളെ വിട്ടയച്ചതിനെതിരെയാണ് കെ രമ അപ്പീൽ നൽകിയത്. ആ അപ്പീലും തള്ളുകയല്ലേ? ആ അപ്പീലും തള്ളുകയാണ്. അങ്ങനെ തന്നെയാണ്. കാരണം സംസ്ഥാന സർക്കാരും പ്രത്യേകിച്ച് ഈ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്നു ഇതിൽ ഉണ്ടായിരുന്നത്. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ, അതായത് വിചാരണ നടത്തിയ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറും പ്രോസിക്യൂഷനും ഒപ്പം കെ രമയും നൽകിയ അപ്പീലും തള്ളിയിട്ടുണ്ട്. കെ രമയുടെ അപ്പീലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം 24 പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതിയുടെ നടപടി വിധി റദ്ദാക്കണമെന്നതായിരുന്നു. ആ അപ്പീലും തള്ളിയിട്ടുണ്ട്. അതും ഏറ്റവും സുപ്രധാനമായ കാര്യമാണ്. കാരണം ഇതിൽ 24 പ്രതികളിൽ ഉണ്ടായിരുന്ന ഏറ്റവും സുപ്രധാനമായ ആൾ, ഏറ്റവും പ്രധാനപ്പെട്ട ആൾ കോഴിക്കോട് CPIM-ന്റെ ജില്ലാ സെക്രട്ടറി, നിലവിലെ ജില്ലാ സെക്രട്ടറി, അന്ന് ടി.പി. ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്ന സമയത്ത് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന പി മോഹനാണ്. പി മോഹന്റെ കാര്യത്തിൽ പി മോഹനെ വെറുതെ വിട്ടതടക്കമുള്ള നടപടികൾ ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ കേസിൽ നേരത്തെ കോടതി വെറുതെ വിട്ട രണ്ട് പേർ പ്രതികളുണ്ട്. അതിൻ്റെ ഏറ്റവും വ്യക്തത നമുക്ക് കൈവരേണ്ടതുണ്ട്. ജ്യോതിബാബുവും കൃഷ്ണനും, ഇവർ രണ്ടുപേരും വിചാരണ കോടതിയിൽ ഹാജരാകണം എന്ന കാര്യമാണ്. ഇവർക്ക് നോൺ ബെയിലബിൾ വാറണ്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, അതായത് ജാമ്യമില്ലാ വാറണ്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇവർ വിചാരണ കോടതിയിൽ ഹാജരാകണമെന്ന നിർദ്ദേശവും ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. അത്
പ്രതികളുടെ സാക്ഷികളുടെ കൂറുമാറ്റവുമായി ബന്ധപ്പെട്ടാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന സൂചനയും. ഏറ്റവും നിർണായകമായ വിധിന്യായമാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് പുറത്തു വരുന്നത്. 2014 ഈ വിചാരണ കോടതി ഈ വിധിന്യായം പുറപ്പെടുവിക്കുന്നത്. 2014 ജനുവരി മാസം 28 വിധിന്യായം പറയുന്നത്. അതിനുശേഷം അതിന് തൊട്ടു പിന്നാലെ ശരി, നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുൻപ് ശ്യാം ദേവരാജ് അറിയേണ്ട കാര്യം, RMP നേതാവ് TP ചന്ദ്രശേഖരൻ വധക്കേസിൽ വിചാരണ കോടതി വിധി ചോദ്യം ചെയ്തുകൊണ്ടുള്ള വിവിധ അപ്പീലുകളാണ് ഇപ്പോൾ ഹൈക്കോടതി തീരുമാനം പറഞ്ഞിരിക്കുന്നത്, വിധി പറഞ്ഞിരിക്കുന്നത്. ശിക്ഷാവിധി ചോദ്യം ചെയ്ത് പ്രതികൾ നൽകിയ അപ്പീൽ തള്ളുന്നു. അതായത് 12 പ്രതികൾക്കും വിചാരണ കോടതി വിധിച്ച ശിക്ഷ അത് തുടരുമെന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് സർക്കാർ നൽകിയ അപ്പീലാണ്. അതിലെ തീരുമാനം എന്താണ് എന്നതറിയണം. CPIM നേതാവ് P മോഹനൻ ഉൾപ്പെടെയുള്ള പ്രതികളെ വിട്ടയച്ചതിനെതിരെ KK രമ നൽകിയ അപ്പീലും തള്ളിയിട്ടുണ്ട്. അതായത് P മോഹനൻ അടക്കമുള്ള പ്രതികൾക്ക് അല്ലെങ്കിൽ കുറ്റാരോപിതർക്ക് ആശ്വാസമായ ഒരു തീരുമാനമാണ് ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ ശ്യാം? അങ്ങനെ തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ 11 പ്രതികളുടെ ശിക്ഷാവിധി ശരിവെച്ചിരിക്കുന്നു. വിചാരണ കോടതിയുടെ ശിക്ഷാവിധി ശരിവെച്ചിരിക്കുന്നു എന്നാണ്. ആ പ്രതികൾ ഈ കൊലയാളി സംഘത്തിലുണ്ടായിരുന്ന 8 പേരാണ് ഏറ്റവും പ്രധാനം. മറ്റൊന്ന് വധഗൂഢാലോചനയിൽ പങ്കെടുത്ത 3 പേർ. അതിലൊരാൾ ഈ അപ്പീൽ കാലയളവിൽ മരണപ്പെട്ടു. മറ്റ് 2 പേരുടെ, അത് 2 CPIM നേതാക്കളുടേത് ഉൾപ്പെടെയുള്ള ശിക്ഷയാണ് ഇപ്പോൾ ശരിവെക്കുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു വിധിന്യായമാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. രാഷ്ട്രീയ കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട വിധിന്യായമാണ് അല്പസമയം മുമ്പ് ഹൈക്കോടതിയിൽ നിന്നും പുറത്തു വരികയും ചെയ്ത്. TP ചന്ദ്രശേഖരൻ കൊലപാതക കേസുകളിൽ അപ്പീലുകളിൽ ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുന്നു. പ്രതികൾ നൽകിയ അപ്പീൽ തള്ളിയിരിക്കുന്നു. ഒപ്പം KK രമ നൽകിയ അപ്പീലും തള്ളിയിട്ടുണ്ട്. അത് 24 പ്രതികളെ വെറുതെ വിട്ട